പഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണം, അതിൽ തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് കലിമ ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവർക്കറിയാം അത് ചൊല്ലാൻ അറിയുന്ന എല്ലാവരും ഇസ്ലാം മതവിശ്വാസികളാണ്, മുസ്ലിമുകളാണ് എന്ന്. കാരണം ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾക്ക് കലിമയും ആയത്തും അവരുടെ ഖുർആനും തീർച്ചയായിട്ടും ഹൃദ്യസ്ഥമായിരിക്കുമെന്ന്, പഠിച്ചിരിക്കുമെന്ന്. ഹിന്ദുക്കൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. ഇത് തിരിച്ച് നിങ്ങൾക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, നിങ്ങളോട് ആരെങ്കിലും ഹൈന്ദവ പ്രമാണങ്ങളിലെ ഏതെങ്കിലും ശ്ലോകങ്ങളോ മറ്റോ ചൊല്ലാൻ പറയുകയാണെങ്കിൽ, ഉരുവിടാൻ പറയുകയാണെങ്കിൽ, ലോകമെമ്പാടുമുള്ള എത്ര ഹിന്ദുക്കൾക്കത് സാധിക്കും? ഒരു പ്രമാണ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലാൻ ചിന്തിക്കുക. ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അവർക്ക് ബൈബിൾ ഹൃദ്യസ്ഥമായിരിക്കും. ഖുർആൻ വായിക്കാത്ത ഒരു മുസ്ലിം മതവിശ്വാസി പോലും ഉണ്ടാവുകയില്ല. എന്നാൽ ചിന്തിക്കുക, എത്ര ഹിന്ദുക്കൾ ഭഗവത്ഗീത കണ്ടിട്ടുണ്ട്? അനേകായിരം ഗ്രന്ഥസമുച്ചയങ്ങളുണ്ട് നമുക്ക്. അതിൽ ഒന്ന് മാത്രമാണ് പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭഗവത്ഗീത. കേവലം 700 ശ്ലോകങ്ങളുള്ളത്, മഹാഭാരതാന്തർഗതമായത്. അതുപോലും എത്ര പേർ പഠിച്ചിട്ടുണ്ട്? ഇതാണ് ഹിന്ദുക്കൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പൂർവികർ ഹിന്ദുവായിരുന്നു. ഞാനൊരു ഹിന്ദു ഗൃഹത്തിൽ വന്ന് പിറന്നു. എൻ്റെ അച്ഛൻ ഹിന്ദുവായി, അതുകൊണ്ട് ഞാനും ഹിന്ദു ആകുന്നു. അതിൽ കാര്യമില്ല, മനസ്സിലാക്കുക. നമുക്കെന്തോ കുറച്ചിൽ പോലെയാണ്, പ്രത്യേകിച്ച് ഹിന്ദു യുവാക്കൾക്ക്, യുവതികൾക്കാണെങ്കിലും ഇത് തന്നെ. കുറി തൊടാൻ പറയുമ്പോൾ ഒരു രുദ്രാക്ഷമാലയോ അല്ലെങ്കിൽ ഒരു തുളസിമാലയോ അണിയാൻ നാണക്കേട്. എന്നാൽ നിങ്ങൾ നോക്കൂ, മുസ്ലിം മതവിശ്വാസികൾ അവർ സുന്നത്തായത്, ഹലാലായത് ചെയ്യുന്നു, ഹറാമായതിനെ ഉപേക്ഷിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ പോകുന്നു, മതപാഠശാലകളിൽ പോയി ഖുർആനും തൻ്റെ മതത്തെയെല്ലാം പഠിക്കുന്നു, ആത്മീയ ഗ്രന്ഥത്തെയും അവരുടേതായ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു, ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാണെങ്കിലും ശരി, ഞായറാഴ്ചകളിലെല്ലാം പള്ളിയിൽ പോകുന്നു, അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുന്നു. ഒരു ഇസ്ലാം മഹാസമ്മേളനം നടക്കുന്നിടത്ത് നമുക്ക് നിരവധി യുവാക്കളെയും ഒരുപാട് ജനങ്ങളെ, എല്ലാ മുസ്ലിംസുകളെയും നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരു ക്രിസ്തുമത സംബന്ധിയായ ഒരു വിഷയം നടക്കുന്ന സമയത്ത് എല്ലാ ക്രിസ്ത്യാനികളും അതിൽ പങ്കുചേരും. എന്നാൽ ഒരു ഹിന്ദു മഹാസമ്മേളനം അല്ലെങ്കിൽ ഒരു സത്സംഗം നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് വൃദ്ധജനങ്ങളെ മാത്രമാണ് കാണാൻ സാധിക്കുക. യുവാക്കളൊന്നും ആ ഭാഗത്തേ ഉണ്ടാവില്ല. എന്താണിത്? അതുപോലെ ഒരു ക്ഷേത്രത്തില് യുവാക്കളെ കാണണമെങ്കിൽ വർഷത്തിൽ വരുന്ന ഉത്സവം, പൂരങ്ങൾക്കാണ് അവർ വരുന്നത്. ആനയും അമ്പാരിയും കരിമരുന്നൊക്കെയുള്ള സ്ഥലത്തിലേക്ക്. അല്ലാതെ ഭക്തിയുത സേവനം ചെയ്യാൻ എത്ര പേര് വരുന്നുണ്ട്? ആധ്യാത്മിക ഉന്നതിക്കായിട്ട് എത്ര യുവാക്കൾ വരുന്നുണ്ട്? ഈ ഒരു ധർമ്മം പഠിക്കുന്നതിന് വേണ്ടി എത്ര പേർ വരുന്നുണ്ട്? എത്ര പേർ ശ്രമിക്കുന്നുണ്ട് ഹിന്ദു യുവാക്കൾക്കിടയിൽ? ചിന്തിക്കുക. ഇതാണ് അന്യമതസ്ഥരും സനാതനധർമ്മ വിശ്വാസികളായ ആധുനിക ഹിന്ദുവും തമ്മിലുള്ള വ്യത്യാസം. തീർച്ചയായിട്ടും ഇത് മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ പഠിക്കേണ്ട കാര്യം പഠിച്ചേ മതിയാകും. അതിനെനിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ആ പ്രശ്നം, ഈ പ്രശ്നം എന്നൊക്കെ പറയും. ഈ എല്ലാ പ്രശ്നങ്ങളും അന്യമതസ്ഥരായ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ഇസ്ലാമിനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ മതസ്ഥർക്കുണ്ടോ അവർക്കൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങൾ. മനുഷ്യരായ എല്ലാവർക്കുള്ള പ്രശ്നങ്ങളാണ്. എന്നിട്ടും അവർ ഇതെല്ലാം പഠിക്കുന്നു, ഇതെല്ലാം ആചരിക്കുന്നു, ചെയ്യുന്നു. കാരണം അവരുടെ ധർമ്മമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. എന്തുകൊണ്ട് അത് ഹിന്ദുവിനില്ല? ചിന്തിക്കേണ്ട വിഷയമാണ് തീർച്ചയായിട്ടും.
നമ്മൾ മാതാപിതാക്കൾ ഈ ഒരു ധർമ്മത്തിൽ വന്നു പിറന്നതുകൊണ്ട്, അവരുടെ പുത്രനായി പിറന്നതുകൊണ്ട് ഞാൻ ഈ മതത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മൾ എങ്ങനെ ഇതായി ഈ ഒരു മഹാധർമ്മത്തിൻ്റെ ഭാഗമായി? എന്താണ് ഈ മഹാധർമ്മം, സനാതനധർമ്മം? അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക, സമയം കണ്ടെത്തുക. കുറഞ്ഞത് 2 ഇതിഹാസങ്ങളും, അത് അങ്ങനെ തന്നെ ശ്ലോകങ്ങൾ പഠിക്കണമെന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. മഹാഭാരതവും രാമായണവും അതിലെ അന്തർസത്ത ഉൾക്കൊണ്ടിരിക്കണം. ഏതുറക്കത്തിലും നമുക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. 2 ഇതിഹാസങ്ങളായിട്ടുള്ള മഹാഭാരതവും രാമായണവും, അതുപോലെ പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭഗവത്ഗീത മുഴുവൻ ശ്ലോകങ്ങളും കാണാതെ പഠിക്കണം എന്നല്ല പറയുന്നത്. ഓരോ അധ്യായങ്ങളിൽ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നത് ഹൃദയസ്ഥമായിരിക്കണം. അതുപോലെ 18 പുരാണങ്ങളിൽ എല്ലാം പഠിക്കാൻ സാധിക്കില്ലെങ്കിലും കലിയുഗത്തിൽ ഉപാസിക്കേണ്ടതായിട്ടുള്ള ശ്രീമദ് ഭാഗവത പുരാണം അന്തർസത്ത നമുക്ക് ഹൃദയസ്ഥമായിരിക്കണം, മനഃപ്പാഠമായിരിക്കണം. പറ്റുമെങ്കിൽ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും നിത്യം പാരായണം ചെയ്യണം, സ്വാധ്യായനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ വിഷ്ണു സഹസ്രനാമെങ്കിലും, അനേക സഹസ്രനാമങ്ങളുണ്ട്, പക്ഷെ കലിയുഗത്തിൽ വൈഷ്ണവ ഭക്തി, കൃഷ്ണഭജനമാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമമെങ്കിലും നിത്യം ചൊല്ലേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രദർശനം, സത്സംഗം, ഇതിലെല്ലാം പങ്കുകൊള്ളണം അവസരം കിട്ടുമ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ. എങ്കിലേ നമ്മൾ ഹിന്ദു ആകുന്നുള്ളൂ, ഈ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാകുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുക? എല്ലാവരും മറ്റു മതസ്ഥരെ പോലെ തന്നെ ഉയരാനായിട്ട് ശ്രമിക്കുക, സ്വധർമ്മത്തെ, സ്വമതത്തെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതിൻ്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുക.